സഭാപ്രസംഗകൻ്റെ വാക്കുകൾ ഏത് നഗരത്തിലെ രാജാവിൻ്റേതാണ്? ജെറുസലേം. സഭാപ്രസംഗകൻ്റെ വിവരണമനുസരിച്ച് സകലവും എന്താണ്? മിഥ്യ. സൂര്യനു താഴെ മനുഷ്യന് എന്തുകൊണ്ടാണ് ഫലമുണ്ടാകുന്നത്? അധ്വാനം കൊണ്ട്. തലമുറകൾ വരികയും പോകുകയും ചെയ്യുമ്പോൾ എന്നും നിലനിൽക്കുന്നത് ഏതാണ്? ഭൂമി. കാറ്റ് എങ്ങോട്ടേക്കാണോ വീശുന്നത് എന്നാണ് പ്രസ്താവിക്കുന്നത്? തെക്കോട്ടും വടക്കോട്ടും. നദികൾ എങ്ങോട്ടാണ് ഒഴുകുന്നത്? സമുദ്രത്തിലേക്ക്. നദികൾ ഒഴുകിയെത്തിയിട്ടും നിറയാത്തത് ഏതാണ്? സമുദ്രം. സകലവും മനുഷ്യന് എങ്ങനെയുള്ളതാണ്? ക്ലേശഭൂയിഷ്ടം. കണ്ടിട്ട് കണ്ണിനോ കേട്ടിട്ട് എന്തിനോ ആണ് മതി വരാത്തത്? ചെവിക്കോ? ഉണ്ടായത് തന്നെ വീണ്ടും ഉണ്ടാകുന്നു. സൂര്യനു കീഴെ എങ്ങനെ ഉള്ളതാണ് ഒന്നുമില്ലാത്തത്? പുതുതായി. പുതിയത് എന്നു പറയുന്ന കാര്യങ്ങൾ എപ്പോൾ തന്നെ ഉണ്ടായിരുന്നു? യുഗങ്ങൾക്ക് മുമ്പ്. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള നിലപാട് എന്താണ്? ആരും ഓർക്കുന്നില്ല. വരാനിരിക്കുന്നവയെ അവയ്ക്ക് ശേഷം വരാനിരിക്കുന്നവർ എന്തു ചെയ്യുകയില്ല? ഓർമ്മിക്കുകയില്ല. സഭാപ്രസംഗകൻ ജെറുസലേമിൽ ഏത് ജനതയുടെ രാജാവായിരുന്നു? ഇസ്രായേലിൻ്റെ. ആകാശത്തിന് കീഴ് സംഭവിക്കുന്നതെല്ലാം എങ്ങനെ അറിയാനാണ് പരിശ്രമിച്ചത്? ജ്ഞാനത്തോടെ. വ്യഗ്രതയോടെ ചെയ്യാൻ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ച ജോലി എങ്ങനെയുള്ളതാണ്? ക്ലേശകരം. സൂര്യനു കീഴെ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും എന്തെന്നാണ് പറയപ്പെടുന്നത്? മിഥ്യയും പാഴ്വേലയും. ആർക്കും നേരെയാക്കാൻ കഴിയാത്തത് ഏതാണ്? വളഞ്ഞത്. എണ്ണുക അസാധ്യമായത് എന്താണ്? ഇല്ലാത്തത്. ജെറുസലേമിൽ തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെക്കാളും അധികം ഞാൻ എന്ത് സമ്പാദിച്ചു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ജ്ഞാനം. സഭാപ്രസംഗകൻ ഏതിൻ്റെയൊക്കെ യഥാർത്ഥ രൂപം അനുഭവിച്ചറിഞ്ഞു? ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും. ജ്ഞാനം അറിവിനെയും കൂടാതെ വേറെ ഏതിനെയുമൊക്കെ വിവേചിച്ചറിയാനാണ് ഉദ്യമിച്ചത്? ഉന്മത്തതയെയും ഭോഷത്തെയും. വിവേചിച്ചറിയാനുള്ള ഉദ്യമം എന്താണെന്നാണ് കണ്ടത്? പാഴ്വേല. ഏത് കൂടുമ്പോഴാണ് ദുഃഖമേറുന്നത്? ജ്ഞാനം. അറിവ് വർദ്ധിക്കുമ്പോൾ എന്തു വർദ്ധിക്കുന്നു? വ്യസനം. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, ഉദിച്ചെടുത്തു തന്നെ വേഗം തിരിച്ചെത്തുന്നു. സഭാപ്രസംഗകൻ 1:5. സകലവും മനുഷ്യന് ക്ലേശഭൂയിഷ്ടം, അത് വിവരിക്കുക മനുഷ്യന് അസാധ്യം. കണ്ടിട്ടു കണ്ണിനോ കേട്ടിട്ടു ചെവിക്കോ മതി വരുന്നില്ല. സഭാപ്രസംഗകൻ 1:8. വളഞ്ഞതു നേരെയാക്കാൻ ആർക്കും കഴിയുകയില്ല, ഇല്ലാത്തത് എണ്ണുക അസാധ്യം. സഭാപ്രസംഗകൻ 1:15. ഉണ്ടായതു തന്നെ വീണ്ടും ഉണ്ടാകുന്നു, ചെയ്തു തന്നെ വീണ്ടും ചെയ്യുന്നു. സൂര്യനു കീഴെ പുതുതായൊന്നുമില്ല. സഭാപ്രസംഗകൻ 1:9.
കാരണം ജ്ഞാനമേറുമ്പോൾ ദുഃഖവുമേറുന്നു, അറിവ് വർദ്ധിക്കുമ്പോൾ വർദ്ധിക്കുന്നു. സഭാപ്രസംഗകൻ 1:18.